ക്ലാസ്സിൽ പോകാനായി മടി തോന്നുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വയ്യാഴിക്ക് അഭിനയിക്കാറുണ്ടോ? ഇവിടെ ക്ലാസ്സിൽ പോകാനുള്ള മടി കാരണം ഒന്ന് വയ്യാഴിക്ക് അഭിനയിച്ച നമ്മുടെ കഥാനായകന്റെ ലൈഫ് അപ്പാടെ മാറുകയാണ്. ആരാണവൻ, എന്താണവന് സംഭവിച്ചത് എന്നതൊക്കെ അറിയാനായി 2025 റിലീസായ ലവ് സിക്ക് എന്ന തായ്വാൻ കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് ലിങ്കിൽ കയറി ജോയിൻ ചെയ്യണേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ സീജി നെട്ടോട്ടം ഓടുന്നത് കാണിച്ചുകൊണ്ടാണ്. അവൻ സ്കൂളിൽ കിടന്ന് ഇങ്ങനെ നെട്ടോട്ടം ഓടാൻ കാരണം അവരുടെ പ്രിൻസിപ്പൾ അവനെ ഓടിക്കുന്നത് കൊണ്ടാണ്. ഓടിക്കുന്നത് എന്തിനാ? ക്ലാസ്സിൽ കയറാതെ ചുമ്മാ അറ്റൻഡൻസ് കിട്ടി കറങ്ങി നടക്കാനായി നോക്കി അവനെ തിരിച്ച് ക്ലാസ്സിലേക്ക് കയറ്റാനായി നോക്കാണ്. സീജിക്കാണെങ്കിൽ ക്ലാസ്സിൽ കയറുന്നത് തീരെ ഇഷ്ടമല്ല. അവൻ അറ്റൻഡൻസ് കിട്ടി കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്ന ഒരു രീതിക്ക് മാത്രമാണ് സ്കൂളിലേക്ക് വരുന്നത്. അതായത് അറ്റൻഡൻസിന് വേണ്ടി മാത്രം വരുന്ന ഒരു പയ്യൻ. അറ്റൻഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് അവന് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവാനെ നോക്കുമ്പോൾ ഇത്തവണ അത് പ്രിൻസിപ്പൽ കൈയോടുകൂടി പിടിക്കുകയും അവനെ തിരിച്ച് ക്ലാസ്സിൽ കൊണ്ടിരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ക്ലാസ് ഇരുന്ന് കഴിയുമ്പോൾ ഒരു ഇരിക്കപ്പുറതി ഇല്ലാതെ അവനാകട്ടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരന്റെ ബാഗിലേക്ക് തന്നെ വൊമിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. തുടർന്ന് ആ കൂട്ടുകാരനും ഏജയും കൂടി ക്ലീൻ ചെയ്യാനായി വാഷ്റൂമിന്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നീ എന്ത് പണിയാണ് കാണിച്ചത്? എന്റെ ബാഗ് കണ്ടോ മൊത്തം അഴുക്കായി, നാറിയിട്ട് വയ്യാന്നല്ല കൂട്ടുകാരൻ പറയുമ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാനിപ്പോ ക്ലാസ്സിന് പുറത്തു പോയി, നിനക്കും എന്റെ കൂടെ ക്ലീൻ ചെയ്യാനെന്നും പറഞ്ഞ് പുറത്തു വരാൻ പറ്റിയല്ലോ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീം. അല്ല, നീ എന്റെ കയ്യിൽ നിന്ന് കുറച്ചധികം കാശ് മേടിച്ചിട്ടുള്ള കാര്യം നിനക്കറിയാലോ, പലപ്പോഴേ സ്നാക്സ് കഴിക്കാൻ ഇതാന്നൊക്കെ പറഞ്ഞു ഇതുവരെ അതൊന്നും തിരിച്ചു തന്നിട്ടില്ലാന്ന് കൂട്ടുകാരൻ ഓർമ്മപ്പെടുത്തുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലെന്ന് ഏജി എന്തോ പറയാൻ വരുമ്പോഴേ മതി, സ്ഥിരം ഡയലോഗ് അല്ലേ, കോളേജിൽ എത്തിക്കഴിയുമ്പോ തരാന്ന്, നീ ഇങ്ങനെ പോയാൽ കോളേജിൽ എത്തുമോ എന്നൊക്കെ ചോദിച്ച് കൂട്ടുകാരൻ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടുകാരന്റെ ബാഗിൽ നിന്ന് ക്ലീൻ ചെയ്യാനായി പുറത്തെടുത്ത സാധനങ്ങൾക്കിടയിൽ കൂട്ടുകാരനും ഏജിയുടെ ആന്റിയും കൂടി ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ അവൻ കാണുന്നത്. ഇത് എന്റെ ആന്റി അല്ലേ, നീ എന്റെ ആന്റി തമ്മിൽ എന്താ ബന്ധം ചോദിച്ചു ഏജി ആ ഫോട്ടോ വേഗം വീഡിയോ പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ശബ്ദം നോക്കുമ്പോഴേ ഇവർ നിന്നിരുന്ന ബോയ്സ് ടോയ്ലറ്റിലേക്ക് ടോയ്ലറ്റ് മാറി കയറിയ ഇവരുടെ പ്രിൻസിപ്പൾ ഇവരെ കണ്ടും ഇവര് പ്രിൻസിപ്പളിനെ കണ്ടും ഞെട്ടി നിൽക്കാണ്. ടോയ്ലറ്റ് മാറി കയറിയത് പ്രിൻസിപ്പൾ ആണെങ്കിൽ പുറത്തറിഞ്ഞ നാണക്കേടാണല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീഡിയോ പിടിച്ചോണ്ടിരുന്ന ഏജി അതും വീഡിയോ പിടിക്കാനായി നോക്കുന്നുണ്ട്. പ്രിൻസിപ്പൾ അത് പിന്നെ ഞാൻ അറിയാതെ ടോയ്ലറ്റ് മാറി കയറിയതാന്ന് പറയുമ്പോൾ അതിനെന്താ മേഡം, ഞാനും അറിയാതെ വീഡിയോ പിടിച്ചു പോയതാ, വേറെ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴേക്കും താൻ ടോയ്ലറ്റ് മാറി കയറി ഈ വീഡിയോ ഇവൻ നാട്ടുകാരെ കാണിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, അത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന പ്രിൻസിപ്പൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അവന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കാനായി നോക്കുമ്പോൾ അവൻ വീണ്ടും ഓടുന്നു. പ്രിൻസിപ്പൾ വീണ്ടും ഓടുന്നു. അങ്ങനെ ഇവൻ പുറത്തേക്ക് ഇറങ്ങാനായി നോക്കുമ്പോഴേക്കും അവിടെ ഒരു പെൺകുട്ടി. അപ്പോഴേക്കും ബ്രേക്ക് ആയിരുന്നു. അവളാകട്ടെ സ്കൂളിലേക്ക് വന്ന വണ്ടിയുടെ താക്കോലും കൈ പിടിച്ച് അവിടെ നിൽക്കാണ്. ഇത് കാണുന്ന ഏജി വണ്ടിയുടെ താക്കോൽ ഇങ്ങത്താന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇല്ല തരില്ല എന്ന് അവളും പറയും. ആ സമയത്ത് അവന്റെ ഫോൺ അവളുടെ കൊടുത്തിട്ട് പ്ലീസ് ഞാൻ ഈ താക്കോല് തിരിച്ചുതരാം, നീ എന്റെ ഫോൺ ഗ്യാരണ്ടി ആയിട്ട് വെച്ചിട്ട് നിങ്ങൾ താന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു താക്കോലും വാങ്ങിച്ച് അവളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ആ ടീം നമ്മുടെ പയ്യനെ ഓർക്കുന്നുണ്ട്. എന്റെ പേര് ഏജി, ദേ ഈ നിൽക്കുന്നവരുടെ പേര് ഏജി, ഞങ്ങൾ രണ്ടും ഒരേ ക്ലാസ്സിലുമാണ്, ഒരേ പേരുള്ള രണ്ടുപേർ ഒരേ ക്ലാസ്സില്, പക്ഷെ വ്യത്യാസമുണ്ട്. ഞാൻ നല്ല ഉഴപ്പനാണെങ്കിലേ അവള് വലിയ പഠിപ്പിയാന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇവൻ അവിടെ നിന്ന് പോകുമ്പോൾ ആ ഒരു ഫോണും കൈ പിടിച്ചോണ്ട് ഏജി എനിക്കും അവനും ഒരേ പേരാ, പക്ഷെ എന്താ കാര്യം, ഞാൻ അവനെ പോലൊന്നുമല്ല, ഞങ്ങൾ രണ്ടും രണ്ട് ധ്രുവങ്ങളാണെന്നെല്ലാം ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കാണ്. അപ്പോഴേക്കും വണ്ടി ഓടിച്ചു പോയിട്ടുണ്ടായിരുന്ന അവനാകട്ടെ നേരെ തെക്ക് വടക്ക് നോക്കി വണ്ടി ഓടിച്ചത് കൊണ്ട് തന്നെ ഗേറ്റിൽ ചെന്നിടിച്ച് അവൻ പുറകോട്ട് തെറിച്ചു വീഴുമ്പോ വണ്ടി നേരെ ഗേറ്റും കടന്ന് അങ്ങോട്ടേക്ക് വരികയായിരുന്ന ഒരു കാറിന്റെ മുകളിൽ ചെന്ന് വീടുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഇവരെല്ലാം പെറുക്കെടുത്ത് ആശുപത്രി കൊണ്ടുവന്നതാണ്. കൂടാതെ പ്രിൻസിപ്പൾ ആട്ടി നടന്ന വിവരം അവന്റെ ഗാർഡിയനായ ആന്റിയെ അറിയിക്കുകയും ചെയ്യുന്നു. ആന്റി ഒരു ഡോക്ടറാണ്. അങ്ങനെ അവൻ ഹോസ്പിറ്റലിൽ ഉള്ള ആ ഒരു സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു. പക്ഷെ അവിടെ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് മാറി മറ്റൊരു പേഷ്യന്റിന്റെ റിസൾട്ട് ആണ് അവന്റെ റിസൾട്ടായി നഴ്സുമാർ എടുക്കുന്നത്. മാറിപ്പോയ കാര്യം അവരറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ റിസൾട്ട് മാറി അങ്ങനെ അവന് ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു. ഈ ഒരു വിവരം ഗാർഡിയനായ ആന്റിയെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ ടീം ഇതറിയാതെ പ്രിൻസിപ്പൾ ആകട്ടെ അവന്റെ അടുത്തേക്ക് ചെന്ന് നീ ക്ലാസ്സിൽ കയറാതിരിക്കാൻ ഈ പഠിച്ച പണി 18 നോക്കിയില്ല ഇതുവരെ, എന്തായാലും ഇനി നിന്നെ സ്കൂളിൽ പോലും കയറ്റാൻ പോകുന്നില്ല, നീ ഇപ്പൊ ആക്സിഡന്റിലാക്കിയത് സ്കൂളിലേക്ക് വരികയായിരുന്ന നമ്മുടെ ചെയർമാനെ കണ്ടോ, പുള്ളിയുടെ ഒരു കിടപ്പ്, അദ്ദേഹം പറഞ്ഞു ഇനി നീ സ്കൂളിൽ വേണ്ട, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിടാ, ഇനി നിന്റെ പുറകെ എനിക്ക് ഓടണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പൾ സംസാരിക്കുമ്പോൾ അയ്യോ എങ്ങനെങ്കിലും അറ്റൻഡൻസ് വേണമെന്നുള്ള അവന് ആകെ ടെൻഷൻ ആവുന്നു. കാരണം അവൻ സ്കൂളൊക്കെ പഠിച്ച് കോളേജിൽ കയറി കഴിഞ്ഞാൽ അവന് കിട്ടാനുള്ള കുറച്ച് ക്യാഷ് ഉണ്ട്, അത് കൊടുക്കാൻ ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ എങ്ങനെയെങ്കിലും അറ്റൻഡൻസ് കിട്ടി കോളേജിൽ ചെല്ലണം എന്ന ഒരു രീതിക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഇപ്പൊ അവനില്ലാത്തൊരു അസുഖം അവനുണ്ടെന്ന രീതിക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന
ടീം ആന്റി അവന്റെ അടുത്ത് സംസാരിക്കാനേ വരുമ്പോ എവിടെ എന്റെ കാശെന്നായിരുന്നു ആദ്യം അവന്റെ ചോദ്യം. എന്ത് കാശെന്ന് ഒന്നും മനസ്സിലാവാത്ത കണക്ക് ആന്റി ചോദിക്കുമ്പോ എന്ത് കാശെന്നോ, എന്റെ അച്ഛനും അമ്മയും മരിച്ച ആ ഒരു ഇൻഷുറൻസ് തുകയൊക്കെ ആന്റിയുടെ കസ്റ്റഡിയിലല്ലേ, മര്യാദയ്ക്ക് എനിക്ക് ആ കാശ് തരാനേ. അവൻ പറയുന്ന ടീം ഓ ഈ കാശാണ് അപ്പൊ കോളേജിൽ ചെന്ന തരാമെന്ന് ആന്റി അവനോട് പറഞ്ഞിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നിനക്ക് കാശിന് എത്ര അത്യാവശ്യം എന്താണെന്ന് ആന്റി ചോദിക്കുമ്പോ അപ്പോഴേക്കും ഹോസ്പിറ്റലിലെ നേഴ്സുമാരിൽ നിന്ന് തനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നൊരു ധാരണ അവന് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചികിത്സിക്കാൻ കാശ് വേണ്ടേ, മര്യാദയ്ക്ക് എന്റെ കാശ് ആന്റിന്ന് അവൻ വാശി പിടിക്കുമ്പോ നിനക്ക് അങ്ങനെ ഒരു അസുഖമില്ല, ആ നേഴ്സുമാർക്ക് റിപ്പോർട്ട് മാറിയതാ, ഞാൻ തറവായിട്ട് അന്വേഷിച്ചു എന്ന് ആന്റി പറയുന്ന ടീം അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന് അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം അവൻ ഹോസ്പിറ്റലിൽ ആ പ്രിൻസിപ്പൾ മറ്റേ ഇനി സ്കൂളിലേ വരണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നേഴ്സുമാർ ഈ കാര്യം വന്ന് അവനോട് പറഞ്ഞത്. അതുകൊണ്ട് അവനും പ്രിൻസിപ്പളും ഒക്കെ അത് നന്നായി കേട്ടിരുന്നു. എന്തായാലും ഇപ്പൊ അതില്ലാന്ന് കേട്ടിട്ട് അങ്ങനെ വലിയ സമാധാനമൊന്നും അവനില്ല. ഇനി അതുണ്ടെങ്കിൽ അസുഖത്തിന്റെ പേര് പറഞ്ഞ് ക്ലാസ്സിൽ കയറാതെ അറ്റൻഡൻസ് വാങ്ങാന്ന് കരുതിയിട്ടാകും. എന്തായാലും വീണ്ടും അവൻ കാശിന്റെ കാര്യം ചോദിക്കുന്നു. എന്തായാലും എനിക്ക് എന്റെ കാശ് വേണമെന്ന് പറയുമ്പോ ഇപ്പൊ നിനക്കത് തരുന്നില്ല, നീ ഇപ്പൊ സ്കൂളിലായിട്ടല്ലേ ഉള്ളൂ എന്ന് ആന്റി ചോദിക്കുമ്പോ ഓ എന്റെ കാശെല്ലാം അടിച്ചു മാറ്റാന്നായിരിക്കല്ലേ ആന്റിയുടെ ഉദ്ദേശം എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതേടാ അടിച്ചു മാറ്റാൻ തന്നെ ഉദ്ദേശം, അത് മാത്രം എന്തിനാ നീ പറയുന്നത്, നിന്റെ അച്ഛനും അമ്മയും മരിക്കാൻ കാരണവും ഞാൻ തന്നെയാ, ഞാൻ മനഃപൂർവ്വം അവര് സഞ്ചരിച്ച പ്ലെയിൻ ക്രാഷ് ആക്കിയതാ, നീയും കൂടി അതിൽ തീരുന്നു വിചാരിച്ചു, പക്ഷെ നീ ഇപ്പൊ എന്റെ ജീവൻ എടുത്തോണ്ടിരിക്കല്ലേ എന്നെല്ലാം ആന്റി അവിടെ പുലമ്പുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അവന്റെ ഫോൺ ആകട്ടെ നമ്മുടെ എസിയുടെ കയ്യിലല്ലേ. ആ ഒരു കാര്യം, ഈ കഥാനായകന്റെയും കഥാനായികയുടെയും പേര് ഒന്നാണല്ലോ എസി എന്ന്. ഇപ്പൊ പറയുമ്പോ കൺഫ്യൂഷൻ ആവാതിരിക്കാനേ നമുക്ക് നായകനെ എ എന്നും പെൺകുട്ടിയെ സി എന്നും വിളിക്കാം. അതായത് അവരുടെ പേരിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ എന്തായാലും സിയാട്ടെ അവളുടെ വീട്ടിലിരിക്കുമ്പോ അവളുടെ കയ്യിലാണല്ലോ എയുടെ ഫോൺ ഉള്ളത്. അതിനകത്താണെങ്കിൽ നോട്ടിഫിക്കേഷൻ പടപടപടാന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വളരെ ഡിസ്റ്റർബിംഗ് ആയി തോന്നുന്ന ആ പഠിപ്പി പെണ്ണ് ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ദിവസം അവളാകട്ടെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന എക്ക് അവന്റെ ഫോൺ കൊണ്ടേ കൊടുക്കുമ്പോ അത് തെറ്റായ പാസ്വേഡ് അടിച്ച് ഫുള്ള് ലോക്ക് ആയി പോയി കിടക്കാണ്. ഇതെന്താ ഇങ്ങനെയെന്ന് അവൻ ചോദിക്കുമ്പോ അത് പിന്നെ അതിനകത്ത് കുറെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. അപ്പൊ പിന്നെ സൗണ്ട് കുറയ്ക്കാനായിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണെന്ന് അവൾ ഒരു പഞ്ചഭാവത്തെ കണക്ക് പറയുന്നുണ്ട്. പക്ഷെ മനഃപൂർവ്വം തന്നെ ആ ഫോൺ എങ്ങനെയും ലോക്ക് ആയി പോട്ടെ, അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വരത്തില്ലല്ലോ എന്ന രീതിക്ക് അവൾ മനഃപൂർവ്വം തെറ്റായ പാസ്വേഡ് കുത്തി അങ്ങനെ ആക്കി എടുത്തതാണ്. പക്ഷെ അവളാകട്ടെ സൈലന്റ് ആക്കാൻ നോക്കിയപ്പോ അങ്ങനെ പറ്റിപ്പോയെന്ന രീതിക്കാണ് അവനോട് പറയുന്നത്. ഷോ നശിപ്പിച്ചല്ലോ, ഈ ഫോൺ ഇനി ഞാൻ എങ്ങനെ റെഡിയാക്കും, ഇതിനി എപ്പോ ഓണായി വരാൻ എന്നെല്ലാം പുലമ്പിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങോട്ട് അളിയന് ഇന്ന അസുഖമാണെന്ന് അറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ സെന്റി അടിക്കുന്നത്. അസുഖത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ആ കൂട്ടുകാരൻ സംസാരിക്കുന്നത് മാറിയിരുന്ന് നമ്മുടെ സി കേൾക്കുന്നുണ്ടായിരുന്നു. ആകട്ടപ്പോഴേക്കും കൂട്ടുകാരനോട് അല്ല നിന്നോട് ഇതാരെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞാന്ന് അറിയുന്നുണ്ട്. അല്ല പ്രിൻസിപ്പള് നിന്നോട് എന്ത് പറഞ്ഞു, എന്നോട് ഇന്ന് സ്കൂളിൽ വരണ്ടെന്ന് പറയാൻ വല്ലതും പറഞ്ഞൊന്നുമില്ല ചോദിക്കുമ്പോ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് കൂട്ടുകാരൻ പറയുമ്പോ അവനൊരു ഡൗട്ട്. അവൻ എന്തായാലും കൂട്ടുകാരനോട് തനിക്ക് അസുഖം ഇല്ലാന്നൊന്നും അപ്പൊ പറയാൻ നിൽക്കുന്നില്ല, വേഗം പ്രിൻസിപ്പളിനെ കാണാനായി പോകുന്നുണ്ട്. പ്രിൻസിപ്പൾ ആകട്ടെ കഴിഞ്ഞ ദിവസം അവനോട് ദേഷ്യത്തിലാ പറഞ്ഞതെങ്കിൽ ഇപ്പൊ ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്നു. നിന്റെ അവസ്ഥയെല്ലാം എനിക്കറിയാം, അതുകൊണ്ട് ചെയർമാനോട് ഞാൻ സംസാരിച്ചു, നിന്നെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനുള്ള തീരുമാനം അങ്ങനെ ഞങ്ങൾ എടുത്തു, നീ ഇനി വിഷമിക്കണ്ട, എന്നാലും നിനക്ക് ഈ കൊച്ചു പ്രായത്തിൽ ഈ അവസ്ഥ വന്നല്ലോ, എവിടെയാ നിനക്ക് രോഗം ബാധിച്ചിരിക്കുന്നത് എന്നെല്ലാം ഭയങ്കര ഇമോഷണലായി ആ പ്രിൻസിപ്പൾ അവന് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കരുതി സംസാരിക്കുമ്പോഴേക്കും എവിടെയാ ഈ അസുഖം ബാധിച്ചതെന്ന് ആ ചോദ്യത്തിന് അവൻ അത് പിന്നെ അത് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നൊരു ഉത്തരം ഇല്ലാണ്ട് ബബ്ബ അടിക്കുമ്പോ അവന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് വിചാരിച്ചവരായിട്ട് വേണ്ട ഒന്നും പറയണ്ട, ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നീ ക്ലാസ്സിൽ വന്നോട്ട് ഒരു കുഴപ്പമില്ല, പിന്നെ നിനക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ നീ ലീവ് എടുത്ത് റെസ്റ്റ് എടുത്തോ, അതും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പ്രിൻസിപ്പൾ പറയുമ്പോൾ ഓൾറെഡി ചുമ്മാ അറ്റൻഡൻസിന് വേണ്ടി മാത്രം ക്ലാസ്സിൽ വരുന്നവൻ ഇപ്പൊ പ്രിൻസിപ്പൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് വളരെ ഹാപ്പി ആവുന്നുണ്ട്. ഈ ഒരു അവസരം എങ്ങനെയും മുതലാക്കണം എന്നവൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. എന്തായാലും ഒന്ന് ക്ലാസ് കഴിഞ്ഞ് ഫ്രണ്ടിനോട് ആകട്ടെ തനിക്ക് അസുഖം ഇല്ലെന്ന കാര്യം പറയുമ്പോൾ അത് ശരി, പക്ഷെ നിനക്ക് അസുഖം ഉണ്ടെന്ന് കരുതി നിന്നെ സ്കൂളിൽ വരാൻ ഈ സംബന്ധിച്ച പ്രിൻസിപ്പൾ അസുഖം ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പൊ നിന്നെ പുറത്താക്കും, നീ എന്ത് ചെയ്യുന്ന കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ അതിന് ആരസുഖം ഇല്ലെന്ന് പറയുന്നു. അസുഖം ഉള്ള കണക്ക് ഞാൻ അഭിനയിക്കുന്നായിരുന്നു അവന്റെ മറുപടി. എന്തായാലും അടുത്ത ദിവസം തൊട്ട് ക്ലാസ്സിലെത്തുന്ന അവൻ അറ്റൻഡൻസ് കിട്ടിയ ശേഷം തലവേദന, പനി, തൊണ്ടവേദന, ചുമ എന്നിങ്ങനെ പറയാത്ത അസുഖങ്ങളൊന്നുമില്ല. ഇത് ഓരോന്നും പറഞ്ഞ് സിക്ക് റൂമിൽ പോയി കിടക്കാൻ, തിരിച്ച് ലീവ് എടുത്ത് വീട്ടിൽ പോവുക, ഇതൊക്കെയാണ് സ്ഥിരമായി ചെയ്യുന്നത്. എന്തേലും അവനിപ്പോ വയ്യാത്ത ഒരാളാണെന്ന ഒരു ലേബല് സ്കൂളിൽ അവനിപ്പോ ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാർ ഒരു ദിവസം ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന പെൺകുട്ടിയായ സിയോട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളാകട്ടെ അടുത്തിരുന്ന അവന്റെ ഫ്രണ്ടിന്റെ സീറ്റ് അവളുടെ സീറ്റിന്റെ അവിടേക്ക് മാറ്റി അവൾ അവന്റെ അടുത്തിരിക്കുന്നുണ്ട്. ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തിനാ എന്റെ അടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സാറ് പറഞ്ഞിട്ടാണെന്ന് സി മറുപടി പറയുമ്പോ സാറേ എന്ത് സാറേ ഇതെന്ന് ചോദിക്കുമ്പോ പിന്നെ ഞാൻ അവിടെ വന്നിരിക്കണോന്ന് സാറും ചോദിക്കുന്നു. എന്തായാലും അവനെ ക്ലോസ് ആയി വാച്ച് ചെയ്യാൻ തുടങ്ങുന്ന സിക്ക് ഇവന് ശരിക്കും അസുഖം ഉണ്ടോ എന്നൊരു ഡൗട്ട് പലപ്പോഴും തോന്നുന്നുണ്ട്. എന്തായാലും ഫ്രണ്ട് അപ്പോഴേക്കും എയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ നിനക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവളെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷ്യം കണ്ട് നിൽക്കണേന്ന്. അങ്ങനെ പിന്നീട് അവൻ ഫുഡ് കഴിക്കാനായിരിക്കുമ്പോ അവിടേക്ക് എത്തുന്ന സിയാട്ടെ ഇതെന്താ ഇത്ര എരിവുള്ള ഫുഡ് കഴിക്കുന്നത്, അല്ല നിനക്ക് എവിടെ ക്യാൻസർ എന്ന് ചോദിക്കുമ്പോ അത് എനിക്ക് വയറ്റിലാ ക്യാൻസർ എന്ന് അവൻ അറിയാതെ പറയുന്നുണ്ട്. വയറ്റില് അസുഖമുള്ള ആൾക്കാർ ഈ ഫുഡേ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവൾ ആ ഫുഡ് എടുത്ത് മാറ്റുന്നുണ്ട്. കൂടാതെ അവൻ കുടിക്കാൻ വെച്ചിരുന്ന തണുത്ത വെള്ളം കുടിക്കാൻ കൊടുക്കാതെ ചൂടുവെള്ളം വേണം കുടിക്കാനെന്നും പറഞ്ഞ് അത് കൊണ്ടുപോകുമ്പോൾ അവൻ ക്ലാസ്സിലെ മറ്റുള്ളവരുടെ ഫുഡിൽ നിന്ന് കൈയിട്ട് വരാൻ നോക്കുമ്പോൾ അവൻ
അവനിങ്ങനെ വയറ്റിൽ അസുഖമുണ്ട്, ഒരാളും അവന് ഫുഡ് കൊടുത്തേക്കില്ല, ഫുഡ് കൊടുത്തവന് വല്ലതും പറ്റിയ നിങ്ങൾക്ക് കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് സി നല്ലൊരു പണി ഏക്ക് കൊടുക്കുമ്പോൾ ആരും അവന് ഫുഡ് കൊടുക്കാനായി തയ്യാറാവുന്നില്ല. കൂടാതെ അവളാകട്ടെ അടുത്ത ദിവസം അവന് കഴിക്കാൻ പാകത്തിന് ഒരു ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ സ്പൈസി അല്ല, ഒരു മസാലയില്ല, ഒന്നും ഇല്ലാത്ത ഒരു ഫുഡ് അവനത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അല്ല, എന്നോട് നീ ഒരു ഫുഡ് കഴിക്കാൻ പറയുന്നത് എനിക്ക് അസുഖമുള്ളതുകൊണ്ടാ. ശരി, നീ എന്തിനാ ഇതേ ഫുഡ് കഴിക്കുന്നത്? നിനക്ക് ഈ എരിവും മസാല ഒന്നും വേണ്ടെന്നില്ല. കളിയാക്കുന്നവൻ എന്താ നിനക്കും ഇനി അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല. എന്തായാലും അവനാകട്ടെ ഇപ്പൊ വലിയൊരു കള്ളം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പേടിപ്പെടുത്തുന്ന ദിവാസ്വപ്നങ്ങൾ വരുന്നുണ്ട്. പ്രിൻസിപ്പൽ ഇവന്റെ അസുഖം കള്ളമാണെന്ന് കണ്ടുപിടിച്ച കണക്കൊക്കെ ഇടയ്ക്കൊന്ന് പേടിക്കുന്നവൻ അത് ഒരു തോന്നൽ മാത്രമാണെന്ന് അവനെ തന്നെ ബോധ്യപ്പെടുത്താനായി അടുത്തിരിക്കുന്ന സിയോട് എന്നെ ഒന്ന് ഇടിച്ചെന്നൊക്കെ പറയുമ്പോൾ അവൾ ആദ്യം മൈൻഡ് ചെയ്യുന്നില്ല. അവൻ പിന്നീട് അങ്ങ് നിർബന്ധിക്കുമ്പോൾ നല്ലൊരു ഇടി തന്നെ അവൾ വെച്ചു കൊടുക്കുകയും അത് കിട്ടുന്നവൻ കറങ്ങി അടിച്ച് താഴെ വീഴുകയും ചെയ്യുന്നു. എന്തായാലും അന്നാകെ അപ്സെറ്റ് ആയിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അടുത്ത ദിവസം അവൻ സ്കൂളിലേക്ക് വന്നതേയില്ല. അവൻ എന്താ സ്കൂളിൽ വരാത്തതെന്ന് ടെൻഷൻ ആവുന്ന അവൾ അന്ന് വൈകിട്ട് അവനെ കാണാനായി വീടിന്റെ അവിടേക്ക് പുറപ്പെട്ടു പോകുന്നു. നല്ല മഴയത്ത് നനഞ്ഞു കുളിച്ച് അവന്റെ വീടിന്റെ പരിസരത്ത് അവൾ നിൽക്കുന്ന കണ്ട അവനാകട്ടെ നീ എങ്ങനെ എന്റെ വീട് കണ്ടുപിടിച്ചു ചോദിക്കുമ്പോൾ അത് വലിയ പാടുള്ള കാര്യമില്ലല്ലോ എന്ന് അവൾ പറയുന്നുണ്ട്. കൂടാതെ അവന്റെ കുറച്ച് ബുക്സ് ഒക്കെ ക്ലാസ്സിൽ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ അവൾ കൊണ്ടു കൊടുക്കുമ്പോൾ എന്റെ കാര്യത്തില് നീ കൂടുതൽ തലയിടണ്ടെന്ന് പറഞ്ഞു അവൻ ദേഷ്യപ്പെടുമ്പോൾ നീ ലീവ് എടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞൂടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വന്ന് നോക്കില്ലായിരുന്നല്ലോ എന്ന് പറയുന്ന അവൾ ഇനി നീ ലീവ് എടുക്കുമ്പോൾ എന്നോട് പറയണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവനാകട്ടെ അവളോട് ദേഷ്യപ്പെട്ട് മുമ്പോട്ട് നടക്കുന്ന ടീം ഒരു കാർ ഇടിക്കുന്നതിൽ നിന്ന് ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെടുന്നത്. എന്തായാലും ആ ഒരു കാഴ്ച അവളെ വല്ലാണ്ട് പേടിപ്പിച്ചു. നേരെ അവളുടെ അടുത്തോട്ട് ദേഷ്യത്തിൽ വരുന്നവൻ കണ്ടില്ലേ, പറയണമെന്നല്ലേ നീ പറഞ്ഞത്, ഫ്യൂച്ചർ നമ്മുടെ കയ്യിലേ അല്ല, നമ്മൾ വിചാരിച്ച് കണക്കോ വരിക്കില്ല, ഫ്യൂച്ചർ മര്യാദയ്ക്ക് എന്റെ കാര്യത്തിൽ തലയിടാതെ എഴുന്നേറ്റ് പോകാനായി പറഞ്ഞു. അവൻ ദേഷ്യത്തിൽ പോകുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും തിരിച്ച് റൂമിലേക്ക് എത്തുന്ന അവൻ അവൾ കൊടുത്ത ബുക്സിന്റെ കൂട്ടത്തിൽ അവൾ ഒരു ഡയറി പ്രത്യേകമായി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചെടുത്ത് നോക്കുമ്പോൾ അതിൽ അവന്റെ ഈ ഒരു അസുഖത്തിന് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ട് തനിക്ക് വേണ്ടി അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഒരുമാതിരി കുറ്റബോധം അവന് തോന്നുന്നു. കാരണം ഇപ്പോൾ അവളോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടില്ലേ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുന്ന അവൻ നേരെ അവളുടെ അടുത്തേക്ക് സംസാരിക്കാനായി പോകുന്നുണ്ടെങ്കിലും സി അവനെ മൈൻഡ് ചെയ്യുന്നേയില്ല. സാധാരണ അവന്റെ കൂടെ ഫുഡ് കഴിക്കാനൊക്കെ അവൻ എന്ത് ഫുഡാണ് കഴിക്കുന്നതെന്നൊക്കെ കെയർഫുൾ ആയി നോക്കുന്ന അവൾ അന്ന് പോയതേയില്ല. മറിച്ച് അവൾ അവളുടെ മറ്റൊരു ഫ്രണ്ടായ ചെന്നിന്റെ കൂടെയാണ് ഫുഡ് കഴിക്കാനായി ഇരിക്കുന്നത്. ആ ടൈമെല്ലാം പറ്റി പറയുന്നുണ്ട്. അവൻ ആക്ച്വലി അസുഖം ഉണ്ടോ അതോ ഇല്ലയോ, അവൻ അഭിനയിക്കാണോ, എങ്കിൽ എന്തിനാ അവൻ ഇങ്ങനൊക്കെ ഇത്രയും വലിയൊരു കാര്യത്തെ പറ്റി കള്ളം പറയുന്നത്, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും അവന്റെ പെരുമാറ്റത്തിലൊക്കെ വളരെ പന്തികേടുണ്ടെന്നെല്ലാം അവൾ പറഞ്ഞിരുന്നു. അങ്ങനെ അന്ന് ഉച്ച കഴിഞ്ഞ് റിലേ കോമ്പറ്റീഷൻ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കോമ്പറ്റീഷനിൽ ഇവരുടെ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്ത് മത്സരിക്കാൻ പോകുന്നത് സിയും എയുടെ ആ ബെസ്റ്റ് ഫ്രണ്ട് പയ്യനും കൂടിയാണ്. അങ്ങനെ മത്സരിക്കാനായി നിൽക്കുന്ന ടീം പക്ഷെ ഓപ്പോസിറ്റ് ടീമിലെ ആരോ മനഃപൂർവ്വം സിയെ തട്ടിയിടുന്നു. അവളുടെ മുട്ട് വീണ് പരിക്കേൽക്കുന്നുണ്ട്. കാണുമ്പോൾ ചെറിയൊരു മുറിവ് കണക്കാണെങ്കിലും അതിൽ നിന്ന് ചോര പൊടിയുന്നുണ്ട്. അവൾക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിന്ന് അവളെ ശ്രദ്ധിക്കുകയായിരുന്നു മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ ബുദ്ധിമുട്ട് സഹിച്ച് ഓടാനായി തുടങ്ങുന്നത് മനസ്സിലാക്കുന്ന അവൻ വേഗം അങ്ങോട്ടേക്ക് ചെന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ സ്റ്റിക്ക് വാങ്ങി നല്ല ഫാസ്റ്റായി ഓടി ബാക്കി ടീംസിനെ തോൽപ്പിച്ച് അവരുടെ ക്ലാസ്സിനെ വിജയിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും അവനെ ചീർ ചെയ്യുമ്പോഴേക്കും സിയും ലൈറ്റായി അവനെ നോക്കി ചിരിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും അന്ന് സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുന്ന സി അമ്മയുടെ കൂടെ ചെക്കപ്പിന് ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു. ഡോക്ടർ അവളെ പരിശോധിച്ച് മുറിവ് കുഴപ്പമൊന്നുമില്ല, ഇത് വെച്ച് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ അവരുടെ സംസാരം കേൾക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരു 3 വർഷമായി സി ആകട്ടെ ഏക്കുള്ള അതേ അസുഖം, അതായത് അവന് ഇല്ല എന്നാലും ഉണ്ടെന്ന് അവൾ വിചാരിച്ചിരിക്കുന്ന അതേ അസുഖം അവൾക്കുണ്ട്. ആക്ച്വലി അതിനവൾ 3 വർഷമായി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവളുടെ ട്രീറ്റ്മെന്റ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവാൻ പോവാണ്. അതിന്റെ അർത്ഥം അവൾ ഫുള്ളി റിക്കവർ ആയി എന്നല്ല, അതായത് ഒരു 90% അവൾ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഒരു 10% ഇനിയും ഈ അസുഖം തിരിച്ചു വരാനേ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾ കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ ഡോക്ടർ അമ്മയോട് പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ അസുഖമുള്ള സി ഭയങ്കരമായി കെയർ ചെയ്യുന്നതെന്ന്. എന്തായാലും അന്ന് വൈകിട്ട് അവളുടെ നമ്പറിലേക്ക് അവൻ സോറി പറഞ്ഞൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. അവളോട് മുന്നേ ദേഷ്യത്തിലൊക്കെ പെരുമാറിയതിനുള്ള സോറി. ആ മെസ്സേജ് കണ്ട് അവൾ നൈസ് അയച്ചിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം അവൾ സ്കൂളിൽ എത്തിയതേയില്ല. അവളെ കാണാതെ ഒരു ഇരിക്കപ്പുറതി ഇല്ലാതെ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അന്ന് ഈവനിങ് സി ആട്ടെ അവളുടെ വീട്ടിലുള്ള ടീം അവളെ ഒന്ന് ചീർ ചെയ്യാനായി അമ്മയും അച്ഛനും സ്കൂൾ പിള്ളേരെ പോലെ ഡ്രസ് ചെയ്ത് അവളുടെ അടുത്ത് ഓരോ തമാശകൾ പറഞ്ഞിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് നമ്മുടെ ഏടെ വരവ്. ആരാ ഇതെന്നൊക്കെ മനസ്സിലാവാതെ അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ സിയുടെ ക്ലാസ്മേറ്റ് ആണെന്ന് അവൻ പറയുന്ന ടീം അമ്മ അത് കേൾക്കേണ്ട താമസം, മോനെ ഇങ്ങ് വാന്നും പറഞ്ഞ് അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ടീം ഇവനെന്ത് ഇവിടെ നിന്ന് മറ്റില്ല അവൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവൻ ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് അവൾ പറയുമ്പോഴേക്കും മോനും വയ്യ അല്ലേന്ന് അമ്മ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ, വേറെ ആർക്കും ഇവിടെ വയ്യാത്തതെന്ന് അവൻ ചോദിക്കുന്ന ടീം അവളുടെ അസുഖത്തെ പറ്റി ഇവനൊന്നും അറിയത്തില്ലെന്ന് മറ്റില്ല. പേരൻസ് നോക്കുമ്പോൾ എനിക്കെന്താ കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല, അച്ഛനല്ലേ ഇവിടെ പനിയുള്ളതെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ വിഷയം മാറ്റുന്നു. എന്തായാലും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിരുന്നവർ സംസാരിക്കുമ്പോൾ അല്ല നീ എന്താ ഇന്ന് ക്ലാസ്സിൽ വരാത്തത് എന്നവൻ ചോദിക്കുമ്പോൾ പനിയാണെന്ന് അവൾ പറയുന്നുണ്ട്. അത് പിന്നെ എന്തോ എനിക്ക് ഈയിടെയായിട്ട് ഫുള്ള് ചീത്ത സ്വപ്നം വരുന്നതെന്ന് പറയുന്നവൻ ആ സ്വപ്നത്തിൽ മുഴുവൻ നീയാണെന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ലേ ചീത്ത സ്വപ്നം എന്ന് പറഞ്ഞെന്ന് ചോദിച്ച് അവളും ചിരിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ സംസാരിച്ച് അവൻ പോകുന്നതിന് മുന്നേ വീക്കെൻഡ് ഫ്രീ ആണെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോയാലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവനും ഓക്കെ പറയുന്നു. ഇപ്പൊ അവർ തമ്മിൽ നല്ല കൂട്ടായി കണക്കുണ്ട്. എന്തായാലും അങ്ങനെ അവനെയും കൂട്ടി അവൾ പോകുന്നത് അടുത്തുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക്
സെന്ററിലേക്കാണ്. അവിടെ കുറെ കുഞ്ഞു കുട്ടികളുണ്ട് ഈ അസുഖം ബാധിച്ചിട്ടുള്ള. ആ കുട്ടികളൊക്കെ cheer ചെയ്യാനായി ഇതുപോലെ കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ വേഷം കെട്ടി അവിടെ അന്ന് അവരെ ഒന്ന് എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു ദിവസമായിരുന്നു. അങ്ങോട്ടേക്കാണ് കുട്ടി സി പോയിരിക്കുന്നത്. അങ്ങനെ അവിടെ നിൽക്കുന്ന ടീം ആദ്യമൊക്കെ അവന് ഭയങ്കര ബോറിംഗ് ആയി തോന്നുന്നുണ്ട്. എന്നെ പുറത്തേക്ക് കൊണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ടേക്കാണോ കൊണ്ടുവന്നെന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ പാവങ്ങളല്ലേ, കുറച്ചുനേരം അവരോട് ടൈം സ്പെൻഡ് ചെയ്തെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ലാന്ന് അവൾ പറയുന്നു. ഈ സമയത്ത് നമ്മൾ മുന്നേ കണ്ടില്ല അവളുടെ മറ്റൊരു ഫ്രണ്ട് ചെൻ, അവനും അവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി അവനും ഇതുപോലെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ട്രീറ്റ് ചെയ്ത് മാറിയിരിക്കുന്നു. അവനും സിയെ പോലെ തന്നെ വോളണ്ടിയർ ഇവിടെ വന്നിങ്ങനെ ഓരോ വർക്കൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും അന്ന് കുറെ ടൈം അവിടെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ബോറിംഗ് ആയി തോന്നി അവൻ, പിന്നീട് അവൾ കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ടൈം ഒക്കെ നന്നായി എൻജോയ് ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം വീട്ടിൽ പോയി അവളായിട്ട് ഞാൻ നിന്നെ ഇന്ന് ബോറടിപ്പിച്ചോന്ന് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം ബോറായിരുന്നു, പിന്നെ ഞാൻ എൻജോയ് ചെയ്തു, എന്നാലും നെക്സ്റ്റ് ടൈം പുറത്തു പോകുമ്പോ എവിടെ പോണെന്ന് ഞാൻ തീരുമാനിക്കാമെന്നും അവൻ പറയുന്നു. അങ്ങനെ പിന്നീടാകട്ടെ വീണ്ടും ആന്റിയും അവനും തമ്മിൽ ആ ഇൻഷുറൻസ് തുകയുടെ കാര്യം പറഞ്ഞ് സംസാരിക്കുമ്പോൾ നീ കോളേജിൽ അഡ്മിഷൻ മേടിച്ചാലേ ഞാൻ കാശ് തരുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ അവനും പിന്നെ അഡ്മിഷൻ കിട്ടാനാണോ എനിക്ക് പാട്, എന്തായാലും എനിക്ക് കാശ് തരേണ്ടി വരും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇപ്പോഴേ തന്നൂടെ ആന്റി എന്നെല്ലാം അവൻ ചോദിക്കുന്നുണ്ട്. എങ്കിലേ നിനക്ക് ഇപ്പോ ഈ സെമ്മിലുള്ള മാർക്ക് വെച്ച് ഏത് കോളേജിൽ നിനക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ഒന്നൊന്ന് അടിച്ചു നോക്കിയെന്ന് പറഞ്ഞു അവനോട് അങ്ങനെ ചലഞ്ച് ചെയ്യുമ്പോൾ അവന്റെ മാർക്ക് കൊടുത്ത് നോക്കുന്നവന് ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടില്ല എന്ന് റിസൾട്ട് കണ്ട് ആകെപ്പാടെ ചമ്മൽ വരുന്നു. അതോടുകൂടി എങ്ങനെയും പഠിക്കണമെന്ന് തീരുമാനിച്ച് അവനാകട്ടെ സിയുടെ സഹായം ചോദിക്കുന്നുണ്ട്. അവളങ്ങനെ അവനെ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട്. ഇതേ ടീം മറ്റൊരു ക്ലാസ്സിലാണ് സിയുടെ ഫ്രണ്ടായ ആ ചെൻ പഠിക്കുന്നത്. അവനും ഇടയ്ക്കൊക്കെ കൂടെ കൂടുന്നുണ്ട്. പക്ഷെ പതിയെ അവൻ ഭയങ്കര പൊസസീവ് ആയ കണക്ക് പെരുമാറുന്നുണ്ട്. ഇവർ തമ്മിലുള്ള കൂട്ട് എന്തോ അവന് ഇഷ്ടപ്പെടാത്ത കണക്ക്. അതുകൊണ്ട് തന്നെ സി കേൾക്കാതെ എയോട് നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് ചെൻ ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. നീ ഇഷ്ടമാണെങ്കിൽ നിനക്ക് അസുഖമില്ല എന്നുള്ള കാര്യം ആ പാവത്തിനോട് തുറന്നു പറഞ്ഞു, വെറുതെ അവളെ ഇങ്ങനെ പറ്റിക്കരുതെന്ന്. എനിക്ക് അസുഖമില്ല എന്ന് തനിക്ക് അറിയാവുന്നത് അവിടെ ചെൻ തുറന്നു പറയുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അവരുടെ ക്ലാസ്സിലെ ഫൈനൽ ഡേ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ചെന്നാകട്ടെ സിയെ വന്ന് കണ്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, നിന്നെ ആരെങ്കിലും ഇനിയുള്ള ഒരു വർഷത്തിനുള്ളിൽ പ്രപ്പോസ് ചെയ്താൽ നീ അത് അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന്. അവൾക്ക് പ്രപ്പോസൽസ് വന്ന് അവളത് റിജക്ട് ചെയ്യണം, അവന് പ്രപ്പോസ് ചെയ്യാനായി കുറച്ച് ടൈം വേണം. അപ്പൊ അതുവരെ അവളങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് പറ്റില്ല. അവൻ സംസാരിച്ചിട്ട് പോകുമ്പോൾ അവന് തന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവളെന്തായാലും അവനോട് അവൻ എന്ത് പറഞ്ഞെന്ന് മനസ്സിലായില്ല എന്നൊന്നും പറയാതെ ആ ശരി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്ന ടീം അവളെ അങ്ങോട്ടേക്ക് കാണാനായി ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും അവളോടുള്ള ഇഷ്ടം തുറന്നു പറയണമെന്ന് തീരുമാനിച്ചിരുന്നു അവനും, കാരണം ലാസ്റ്റ് ഡേ ആണല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനിങ്ങനെ ഓടിക്കിതച്ച് അവളുടെ മുന്നിൽ വന്ന് അവളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവളൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. തിരിച്ച് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് അസുഖമുള്ളവർക്കല്ലേ നിന്നെ ഇഷ്ടാവെന്നും പറഞ്ഞ് അവൾ അങ്ങനെ പോകുമ്പോൾ ഇവളെന്തേ പറയുന്നതെന്ന് മനസ്സിലാവാതെ അവൻ നിൽക്കാണ്. പിന്നീട് അതിനെപ്പറ്റിയൊന്നും അവർക്കിടയിൽ സംസാരിക്കാനേ പറ്റിയില്ല. ദിവസങ്ങൾ കടന്നു പോകുന്നു. എഴുതിയ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ എക്ക് നല്ല മാർക്കുണ്ട്. അവന് യൂണിവേഴ്സിറ്റിയിൽ എന്തായാലും അഡ്മിഷനും കിട്ടും. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ അതിനുവേണ്ടി കഠിനമായി അവനെ സി പഠിപ്പിച്ച് അവൻ നന്നായി എക്സാം എഴുതി അങ്ങനെ ഇപ്പൊ അഡ്മിഷൻ സെക്യൂർ ചെയ്തിരിക്കുന്നു. പക്ഷേ ക്ലാസ്സിന് ഇനിയും കുറച്ച് സമയം കൂടിയുണ്ട്. അതിന്റെ ഇടയിൽ കുറെ ദിവസം ഫ്രീ ആയിട്ടുണ്ടല്ലോ. ആ സമയത്തൊക്കെ തന്നെ ആ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആ ഫ്രീ ടീമിൽ സി പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൾ അതൊക്കെ എയുടെ കൂടെയും ചെന്റെ കൂടെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിലും ചെന്നിന് ഇവരൊന്നിച്ചുള്ളത് കാണുമ്പോൾ ഭയങ്കര ഒരു നിരാശ ഫീൽ ആവുന്നുണ്ട്. കാരണം ആക്ച്വലി അവൻ അന്ന് സ്കൂൾ തീരുന്നതിന്റെ ലാസ്റ്റ് ദിവസം അവളെ പ്രപ്പോസ് ചെയ്തിരുന്നു. ഇങ്ങനെ നീ വേറെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് ലാസ്റ്റ് ആയി അവന് അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു. പക്ഷെ അവനെ ഒരു ബ്രദറിനെ കണക്കി കാണുന്നുള്ളെന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു പോയ അവൾ പ്രപ്പോസ് ചെയ്തപ്പോ അസുഖമുള്ളവർക്ക് നിന്നെ ഇഷ്ടാവുന്ന ഒരു മറുപടി പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം എക്ക് മനസ്സിലായില്ലെങ്കിൽ ചെന്നിന് മനസ്സിലായിരുന്നു അവൾക്ക് അവനെ ഇഷ്ടമാണ്. അതാണ് അവൾ ഇൻഡയറക്റ്റ് ആയി പറഞ്ഞത്. അതിന്റെ ഭയങ്കര ഒരു നിരാശ ചെന്നുള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി കൂട്ടം കൂടി ഓരോന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുമ്പോൾ എന്നോട് എന്തെങ്കിലും കള്ളം പറയാറുണ്ടോന്ന് തന്റെ അവസരം കിട്ടുന്ന ടീം ജിയോട് ചോദ്യം ചോദിക്കുന്നു. അവൻ ഉത്തരം പറയാതെ മടിക്കുമ്പോൾ അവനെ ആ സമയത്ത് നമ്മൾ ആ കുട്ടികളും കൂട്ടി ഔട്ടിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല അക്വരത്തിലോട്ട്, അവിടെ കുറച്ച് ഡോക്യുമെന്റ്സ് കൊടുക്കാനുണ്ട്, വേഗം അങ്ങോട്ടേക്ക് പോകാന്നും പറഞ്ഞ് ചെൻലി കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവൻ ആ ഉത്തരം പറയുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. എന്തായാലും എല്ലാ സത്യങ്ങളും അറിയാവുന്ന ചെൻ തന്നെ ഹെൽപ്പ് ചെയ്തതാണെന്ന് മനസ്സിലാക്കുന്ന താങ്ക്സ് പറയുമ്പോൾ താങ്ക്സ് ഒന്നും വേണ്ട, നീ എത്രയും പെട്ടെന്ന് അവളോട് സത്യം തുറന്നു പറയണം, അവളെ സങ്കടപ്പെടുത്തരുത് എന്ന് മാത്രമേ ചെൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സൈക്കിൾ ഓടിച്ച് പോകുമ്പോൾ ഒരു റേസ് കണക്ക് ആര് സ്പീഡിൽ ഓടിക്കുന്നു എന്ന രീതിക്ക് അങ്ങനെ ഓടിച്ചു പോകുന്ന ടീം ചെന്നെ ഒരു വണ്ടി ഇടിക്കാൻ വന്ന് അവൻ അങ്ങനെ വീഴുന്നുണ്ട്. പക്ഷെ വീണ വീഴ്ചയിൽ അവന് ആ ഒരു സമയത്തൊന്നും പറ്റിയതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ പക്ഷെ പെട്ടെന്ന് ചെൻ മറിഞ്ഞു വീഴുന്നു. ഇത് കണ്ട് വേഗം അവനെ ഒരുവിധം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും അവന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ അപ്പോഴാണ് ചെന്നിനുണ്ടായിരുന്നത് വളരെ മാരകമായ ഒരു അസുഖമായിരുന്നു. ഈ അടുത്ത് വരെയാണ് അവൻ അതിന് ട്രീറ്റ്മെന്റിന് പോയിരുന്നത്. പിന്നെ അവൻ ഓക്കെ ആയതാണ്. പക്ഷെ വീണ വീഴ്ചയിൽ അവന്റെ തലയ്ക്ക് പരിക്കേറ്റു. അങ്ങനെയാണ് അവനിപ്പോ മരിച്ചു തന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവന് എന്തോ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം അവൻ ആ ഒരു കള്ളം പറയാതിരിക്കാനായി അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണല്ലോ ചെന്നിപ്പോ അവന്റെ കൂടെ പുറത്തേക്ക് വന്നത്. അങ്ങനെ താൻ കാരണമാണോ ഇങ്ങനെ പറ്റിയതെന്ന് ഓർത്ത് ആ ഒരു കുറ്റബോധത്തിന് പുറത്ത് തന്നെ ചെന്നിന്റെ ഫ്യൂണറലൊന്നും പങ്കെടുക്കാനായി പോയതുമില്ല. അസീയുടെ നല്ലൊരു സുഹൃത്തായിരുന്നല്ലോ ചെൻ. അവൻ മരിച്ചതിൽ അവൾ ഭയങ്കര സങ്കടത്തിലാണ്. ഈ ടീം ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അറിയാവുന്ന അമ്മ അവൾക്കായി എഴുതിയ ഒരു ലെറ്റർ അവളെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൻ വീട്ടിൽ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ
എന്ത് പറ്റിയെന്ന് ആന്റി ചോദിക്കുമ്പോൾ ഞാൻ ഒരു വലിയ കള്ളം പറഞ്ഞു, അതിന്റെ പേരിൽ ഇപ്പൊ ഭയങ്കരമായ പ്രശ്നങ്ങൾ നേരിടുകയാണെന്ന് അവൻ പറഞ്ഞ ടീം ആ കള്ളം ആദ്യം തിരുത്താൻ നോക്കാനായി ആന്റി പറയുന്നുണ്ട്. അങ്ങനെ അവനാകട്ടെ പോയി കണ്ട് അവന് അസുഖമില്ലാതെ കള്ളം പറഞ്ഞതാണെന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയുമ്പോൾ അതും കാശിന് വേണ്ടി സ്കൂളിൽ അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടി ആ ഒരു അസുഖത്തെ അവൻ മുതലാക്കി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞ ടീം അത് കേട്ട് ആകെ അപ്സെറ്റ് ആവുന്ന അവനോട് പിണങ്ങി പോകുന്നുണ്ട്. പിന്നെ അവൾ കാണാനും പോയിട്ടില്ല, അവന് കാണാൻ ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല, അവനെ ബ്ലോക്ക് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലായാലും എല്ലായിടത്തും. തുടർന്ന് ഒരു കോണ്ടാക്റ്റും ഇല്ലാണ്ട് അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോവാണ്. രണ്ടുപേരും അങ്ങനെ രണ്ട് കോളേജിൽ അഡ്മിഷൻ നേടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും എയുടെ ചിന്ത മുഴുവൻ സിയെ പറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കൂട്ടുകാരൻ വഴി ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു വീഡിയോ അവളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ അവനെ കുറെ നാളുകൾക്ക് ശേഷം കാണുന്ന അവൾ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. അവൻ ആദ്യം തന്നെ അവളോട് സോറി പറയുന്നുണ്ട്. വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല, പക്ഷെ പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ ആയി പോയതാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതിൽ ഫ്യൂച്ചറിനെ പറ്റി ഒട്ടും ബോധേഡ് അല്ലാതിരുന്ന എന്നെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ പഠിപ്പിച്ചത് നീയാണെന്ന് പറഞ്ഞ് എന്തോ പറയാൻ വന്നവൻ അത് കംപ്ലീറ്റ് ആക്കാതെ നിർത്തുമ്പോൾ അതിന്റെ ബാക്കി കേൾക്കാനായി ആകാംക്ഷ കയറി അവൾ വേഗം അവനെ കാണാനായി പോകുന്നു. ആക്ച്വലി ജസ്റ്റ് അതൊരു എക്സ്ക്യൂസ് മാത്രമാണ് അവനെ കാണാനായി. അവനെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു പേരും പറഞ്ഞ് അങ്ങനെ അവനുള്ളടത്തേക്ക് തേടി പിടിച്ച് അവൾ ചെല്ലുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവർ കണ്ടുമുട്ടി സംസാരിക്കുന്നു. ആ ഒരു ടൈം പിണക്കങ്ങൾ മറന്ന് വീണ്ടും നല്ല ഫ്രണ്ട്സ് കണക്ക് അവർ ആവുന്നുണ്ട്. അപ്പോഴും അവൻ അന്ന് പ്രപ്പോസ് ചെയ്തതിന്റെ ഉത്തരം അവൾ ഇതുവരെ അവന് കൊടുത്തിട്ടില്ല. എന്തായാലും അങ്ങനെ വീണ്ടും അവരിപ്പോ കൂട്ടായിരിക്കുമ്പോൾ അവൾ ഒരു ഹെൽപ്പ് അവനോട് ചോദിക്കുന്നുണ്ട്. ചെൻ മരിച്ച ശേഷം അമ്മ ഒരു ലെറ്റർ അവളുടെ കയ്യിൽ കൊടുത്തിരുന്നില്ല. ആക്ച്വലി അത് അവൾക്ക് വേണ്ടി ചെൻ എഴുതിയ ലെറ്റർ ആണ്. പക്ഷെ നേരിട്ട് അവൾക്ക് കൊടുക്കാതെ കടലിനടിയിൽ ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ട്, അതിൽ കൊണ്ടുപോയിട്ട് അതുവഴി പോസ്റ്റിലായി അവൾക്ക് കിട്ടണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷെ അത് അവന് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇവന്റെ ഹെൽപ്പോട് കൂടി അത് അങ്ങനെ ആ കടലിനടിയിലുള്ള പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കാനായി അവൾ പോകുന്നു. സക്സസ്ഫുള്ളി അത് അതിൽ ഇടുന്നുണ്ടെങ്കിലും തിരിച്ച് കരയിലേക്ക് എത്തുമ്പോൾ അവൾക്ക് വഴി അഴികെ വരുന്നു. തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴാണ് അവൾക്ക് അവൻ ഉണ്ടെന്ന് പറഞ്ഞ ആ ഒരു അസുഖം യഥാർത്ഥത്തിൽ ഉണ്ടെന്ന കാര്യം മനസ്സിലാവുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതിൽ ആക്ച്വലി അവനൊരു പരിഭവം ഉണ്ടായിരുന്നില്ല. അവൾ സേഫായി ഹെൽത്തിയായി തന്റെ കൂടെ ഉണ്ടാവണമെന്ന് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അവൻ വീണ്ടും അവളെ ആ ഒരു നിമിഷം പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയും അവളുടെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്യുന്നു. ആക്ച്വലി ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു ടൈം അല്ല അവൾ അവനെ ശ്രദ്ധിക്കാനായി തുടങ്ങിയത്. അവൾ ഈ അസുഖവും ബുദ്ധിമുട്ടുകളും കാരണം കുറെ നാളെ സ്കൂളിൽ പോവാതെ വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും സ്കൂളിൽ പോകാനായി തുടങ്ങിയ ടൈമാണ് അവൻ ഈ സ്കൂളിലേക്ക് പുതുതായി വന്നത്. ആ ഒരു സമയത്ത് തന്റെ അതേ പേരിലുള്ള ഒരു പയ്യൻ ക്ലാസ്സിലുണ്ടെന്ന് അവൾ ആദ്യം നോട്ടീസ് ചെയ്തിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് ആ പേരിന്റെ സാമ്യം വെച്ച് അവനെ ശ്രദ്ധിക്കാനായി തുടങ്ങിയപ്പോൾ താൻ എന്ത് ടെൻഷൻ അടിച്ച് ഓരോ കാര്യങ്ങളും നോക്കി കാണുമ്പോൾ ഇവൻ എന്ത് കൂളാണെന്നൊക്കെ ക്യാരക്ടറിലുള്ള ആ വലിയ വ്യത്യാസം അവൾ ശ്രദ്ധിക്കുകയും പിന്നീട് അവനെ കൂടുതലായി അവനെ പോലെ ആവണം, ഇതുപോലെ താൻ ഒരു കെയർ ഫ്രീ ആയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്നൊക്കെ പലപ്പോഴും അസൂയോടുകൂടി നോക്കിയിട്ടുണ്ടെന്നും അങ്ങനെ പിന്നീട് ഈ അസുഖം കൂടി ആയപ്പോൾ അത് അടുക്കാനായി ഒരു കാരണമായി എന്നൊക്കെ പറയുന്ന അവളുടെ ഇഷ്ടം തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ അന്ന് അവർ വളരെ ഹാപ്പിയായി സംസാരിക്കുന്നു. അവൻ വീഡിയോയിലൂടെ അവളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ നേരിട്ട് അവളുടെ ആവശ്യപ്രകാരം പറയുന്ന ടീം അത് പറയുന്ന അവനും ഇമോഷണൽ ആവുന്നുണ്ട്, അത് കേൾക്കുന്ന അവളും ഇമോഷണൽ ആവുന്നുണ്ട്. എന്നാലും അങ്ങനെ അവർ മനോഹരമായി പ്രണയിക്കാനായി ആരംഭിച്ചെങ്കിലും അധികം വൈകാതെ സി മരിക്കാണ്. അവൾ മരിച്ചെങ്കിലും പിന്നീട് അവളുടെ ഓർമ്മയിൽ ജീവിക്കുന്ന ആണ് നമ്മൾ കാണുന്നത്. അവളുടെ വീട്ടിൽ പോവുക, പേരൻസിനെ കാണുക, അവളുടെ റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യുക ഒക്കെ അവൻ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളായി മാറി. അത് മാത്രമല്ല അവക്ക് വേണ്ടി കടലിനടിയിൽ ആ പോസ്റ്റ് ബോക്സിൽ അവനൊരു കത്ത് നിക്ഷേപിക്കുന്നുണ്ട്. ഫ്യൂച്ചറിനെ പറ്റി ഒട്ടും ബോധേഡ് അല്ലാതിരുന്ന അവനെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ പഠിപ്പിച്ച അവൾക്കായി അവൻ എഴുതിയ കത്തും. അങ്ങനെ ഇത് കാണിച്ചുകൊണ്ട് എയുടെയും സിയുടെയും കഥ ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് ജോയിൻ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.